ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. നല്ലൊരു ദിവസം തന്നതിന് നന്ദി, കിട്ടിയിട്ടുള്ള എല്ലാ നല്ല സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഇന്നത്തെ എനർജി നോക്കാം. ഫസ്റ്റ് കാർഡ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ശരിക്കും ഇന്നത്തെ ദിവസത്തിന് പറ്റിയ കാർഡാണ്. ഇന്ന് ഈസ്റ്റർ ആണ്. അപ്പോൾ മരണം എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു എന്താ പറയുക, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഒരു നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് പുനർജനിക്കുന്നതാണ് ഈ ഡെത്ത് കാർഡെന്ന് പറയുന്നത്. അത്ര കറക്റ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർന്നു എന്ന് വിചാരിച്ച ചില കാര്യങ്ങളിൽ മാറ്റം വരുന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു, അവിടെ ഒരു പുനർജന്മം ഉണ്ടാകുന്നു. ഇതൊരു എൻഡ് പ്ലസ് ബിഗിനിങ് ആണ്. അപ്പോൾ തീർന്നു പോയ എന്തോ ഒരു കാര്യം നിങ്ങളിൽ പുതിയതായിട്ട് വീണ്ടും തളർത്ത് വരുന്നു എന്നുള്ളതാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത്. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡെത്തായി പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു തീരുമാനം എടുക്കുക, നിങ്ങൾക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുത്താൽ വേണ്ട, അതവിടെ കഴിഞ്ഞു. അതൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അതിൽ എഫേർട്ടൊന്നും ഇടേണ്ട, അത് താനേ തിരിച്ചു വന്നോളൂ. അതാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെത്ത് കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷനാണ്, പരിവർത്തനമാണ്, ചേഞ്ച് വരുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ കാർഡ് ഡെത്താണ്. അതുകൊണ്ട് ഡെത്ത് കാർഡ് ആയതുകൊണ്ടൊന്ന് അപ്രതീക്ഷിതമായ വാർത്തകൾ കേൾക്കാനോ ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതാകാൻ സാധ്യതയുണ്ട്. ഒരു അനക്കവും ഇല്ല, പൂർണ്ണമായും തീർന്നു എന്ന് വിചാരിച്ച ചില കാര്യങ്ങളിൽ നിന്നൊരു ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഇനി ഒരിക്കലും ഒരു പ്രതീക്ഷ വെക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന ദിവസം വീണ്ടും ആരംഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ഡെത്ത് കാർഡ്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്താണ് കേട്ടോ. ഇത് കുറച്ച് കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ളൊരു കാർഡാണ്. അതായത് സാധാരണ മനുഷ്യർക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നിങ്ങളത് ഡെത്താക്കി കളഞ്ഞത്, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങളിൽ നിന്ന് അത് ഡെത്താക്കിയതാണ്. പക്ഷേ ഇനി അതിലെ ആ ഒരു എന്ത് നെഗറ്റീവ് ഫാക്ടറാണോ നിങ്ങളെ അലോസരപ്പെടുത്തിയിരുന്നത് അതെല്ലാം മാറ്റിയിട്ട് അതിലൊരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നിറച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട്. ഇനി എന്ത് കാര്യമാണ് ഡെത്ത് ആവുന്നത് നോക്കുക. എന്താണ് ഡെത്ത് ആവുന്നത്? ഹാങ്ഡ്മാനാണ്. അപ്പോൾ നിങ്ങളെ ഓവർ തിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങളെ എന്താ പറയുന്നത്, ഒരു ത്രിശങ്ക സ്വർഗത്തിലിട്ടിരുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുത്താലും അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ കോൺഫ്ലിക്റ്റഡ് ആയിരുന്ന ഒരു കാര്യമാണ് ഡെത്ത് കാർഡ് പറയുന്നത് കേട്ടോ. ഇത് ഈ ഹാങ്ഡ്മാനും ഡെത്തും കൂടെ ഒരുമിച്ച് വരുമ്പോഴേ ഇത് രണ്ടും മേജർ ആർക്കാന കാർഡുമാണ്. മാത്രമല്ല ഇത് രണ്ടും ഡെത്തിനെ കുറിച്ചും കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്ത് കോൺഫ്ലിക്റ്റ് മനസ്സിലുണ്ടായാലും അതിനൊക്കെ ഒരു റീബർത്ത് ഉണ്ട്. അതൊന്നും അവസാനമല്ല. നമുക്ക് പുതിയ പുനർജന്മങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് പുനർജന്മം മീൻസ് ഇനിയൊരു ജന്മമല്ല, ഇപ്പോൾ ഉള്ള ജന്മത്തിൽ നമുക്ക് എൻഡായി പോകേണ്ട കാര്യങ്ങൾ എൻഡാവുകയും അവിടെ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇത് നിങ്ങളുടെ ഓവർ തിങ്കിങ് അവസാനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോക്രാസ്റ്റിനേഷൻ അവസാനിക്കുന്നു. നിങ്ങളൊരു തീരുമാനം എടുക്കാത്തത് കൊണ്ട് മുന്നോട്ട് നീണ്ടു പോയ ഒരു കാര്യം അവസാനിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് ഡെത്തും ഹാങ്ഡ്മാനും വരുന്നത്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഡെത്ത് ഹാങ്ഡ്മാനും ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ 6 ഓഫ് സ്വോർഡാണ് വന്നിട്ടുള്ളത്. ഇതൊരു യാത്രയുടെ കാർഡാണ്. ഒരു യാത്ര ഉണ്ടായിരിക്കുമെന്ന്. അത് അത്ര സന്തോഷത്തോടു കൂടിയുള്ളൊരു യാത്ര ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ പേറിയിട്ടുള്ളൊരു യാത്രയാണ്. മൊത്തം കൂടെ കൂട്ടി വായിക്കുമ്പോഴേ ഒരു വല്ലാത്തൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഡെത്ത്, ഹാങ്ഡ്മാൻ, യാത്ര എന്നൊക്കെ പറയുമ്പോൾ ഒരു 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 ദുഃഖമുള്ളൊരു യാത്രയ്ക്ക് പുറപ്പെടുന്ന ഒരു എനർജി പോലെയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, മതി. പറഞ്ഞ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് കയറ്റി മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങളൊന്നും. ഇത് നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അത് ഡെത്താക്കി കളയുന്നു, യൂണിവേഴ്സായിട്ട് മാറ്റി കളയുന്നു, അല്ലെങ്കിൽ നമ്മളായിട്ട് വേണ്ടെന്ന് നോക്കുന്നതാവാം. അത് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് തീരുമാനം എടുക്കാതെ വെച്ചിരുന്ന കാര്യങ്ങളാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലപ്പോൾ ഇന്ന് അത് മറക്കാൻ വേണ്ടി നമ്മളിന്നൊരു യാത്ര പോകുന്നതാവാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്നൊരു യാത്ര കാണുന്നുണ്ട്.
അതിനകത്ത് ഞാൻ എന്താണ് ഈ ലാഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. ഡെത്തും ഹാങ്ക്ഡ് മാനും ഈ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. ഡെത്ത്, ഹാങ്ക്ഡ് മാൻ, അതുപോലെ 6 ഓഫ് സോഡ്. അതാണ് ഞാനും എങ്ങനെ പറയണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കേട്ടോ. കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. അപ്പോൾ ഇന്നൊരു യാത്ര, വേദനയോടുകൂടിയുള്ള യാത്ര എന്നോ ദുഃഖത്തോടു കൂടിയുള്ളൊരു യാത്ര എന്നൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ ചിലർ വിദേശത്തേക്ക് പോകുന്നതാവാം, അതായത് നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നതാവാം. അതത്ര സന്തോഷത്തോടു കൂടിയുള്ള യാത്രയല്ലല്ലോ. അങ്ങനെ ഒരു യാത്ര കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോവുക, ഷിഫ്റ്റ് ചെയ്യുക, വീട് മാറിപ്പോവുക, അല്ലെങ്കിൽ ജോലി മാറിപ്പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യും. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. തെന്നോസൂട് ഇതേ മൊത്തത്തിൽ ഫുള്ള് നെഗറ്റീവ് ആണല്ലോ. ഈ വീഡിയോ എല്ലാവരും കണ്ടോ നിർബന്ധമില്ല കേട്ടോ. ഞാൻ ക്യാപ്ഷൻ അങ്ങനെ കൊടുക്കാം. കാരണം ഇത് 10 ഓഫ് സോഡ് എന്ന് വെച്ചാൽ ബാക്ക് സ്റ്റാബിങ്, പിന്നിൽ നിന്ന് കുത്തുക, വിശ്വാസവഞ്ചന, നമ്മളൊരാൾ ഉപേക്ഷിച്ചിട്ട് പോവുക, പിന്നെ ഇതൊരു റിലേഷൻഷിപ്പൊക്കെ ആകാനും സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പ് എൻ്റെ പൈപ്പ് പോകുന്നതാകാൻ സാധ്യതയുണ്ട്. ഇത് ബാക്ക് സ്റ്റാബിങ് കെട്ടിട്ട് വീണ് നടക്കുന്ന ഒരാളാണ്. വിശ്വാസവഞ്ചന, ചതി, അതൊക്കെ കൊണ്ട് വീണ് പോകുന്ന ഒരാളുടെ എനർജിയാണിത്. അതുപോലെ ഈ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത് വീണ് കിടക്കുന്നതായതുകൊണ്ടും ഈ ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവായതുകൊണ്ടും യാത്രകൾ എപ്പോഴും സൂക്ഷിക്കണം. അതുപോലെ സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഏറ്റവും പീക്കിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കരുത്. ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളത് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ശ്രദ്ധിക്കണം. മുറിവ് കാലിലൊന്നും മുറിവൊന്നും പറ്റാതെ സൂക്ഷിക്കണം കേട്ടോ. ഇത് വിവാഹമോചനം നേടുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എൻഡപ്പായി പോവുക, അല്ലെങ്കിൽ വിശ്വാസവഞ്ചന, ജോലി നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയാണ് ഈ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ജഡ്ജ്മെൻ്റ് ആണ്. ഇതിലെല്ലാം മേജർ അർക്കാന കാർഡ്സുമാണ്. ജഡ്ജ്മെൻ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടുക, നമ്മളിതിനെ ഒന്നുകൂടെ ജഡ്ജ്മെൻറ്റ് ചെയ്യണം എന്നാണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ആ ഒരു ഫേസ്, നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ചിലപ്പോൾ നമ്മൾ തകർന്ന് തരിപ്പണമായിട്ടായിരിക്കും കിടക്കുന്നത്. ഇയാൾ കിടക്കുന്ന പോലെ തകർന്ന് തരിപ്പണമായിട്ടൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്യണം. നമ്മളാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കേണ്ടത്. ഇവിടെ ഈ ഡെത്ത് കാർഡ് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതിനെ നമ്മൾ വേണ്ട നോക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കത് ഒരു കാലത്ത് വളരെ സന്തോഷം തന്നിരുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്കതിലെ ആ സന്തോഷം എന്തെങ്കിലും തിരിച്ചു കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളതിൽ തന്നെ ക്ലിങ് ചെയ്യുന്നതാണ് ഈ ഹാങ്ക്ഡ് മാൻ. നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, നമ്മൾ ആ തീരുമാനത്തെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, പിന്നത്തേക്ക് തള്ളി വെക്കുന്നു. അവിടെ ഒരു തീരുമാനം ഇല്ലായ്മയുണ്ട്. അവിടെ നിന്ന് നമ്മൾ ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ യാത്ര പോകുന്നു. മേ ബി നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക്, ഒരു ദേവാലയത്തിൽ പോകുന്നതാവാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സ് നിറച്ച് ദുഃഖമാണ്, ദുരിതമാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷേത്രത്തിലോ പള്ളിയിലോ മോസ്കിലോ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എവിടെയാണോ അവിടെ പോകുന്നതാവാൻ സാധ്യതയുണ്ട്. യാത്ര ചെയ്യുന്ന ഒരു കാർഡുണ്ട്. ദെൻ 10 ഓഫ് സോഡ് നിങ്ങൾ ചിലപ്പോൾ ഇത് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. നിങ്ങൾ ചിലപ്പോൾ അത് കരഞ്ഞ് അവിടെ തീർക്കുന്നുണ്ടാവും. നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ട്രോമയെ ഇന്ന ദിവസം നിങ്ങൾ കരഞ്ഞ് അവസാനിപ്പിക്കുന്നതാവാനും സാധ്യതയുണ്ട്. ഇവിടെ ഒരു ജഡ്ജ്മെൻ്റാണ്. അതായത് നിങ്ങൾ ചെയ്ത എന്തോ ഒരു കർമ്മയുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. കാരണം നിങ്ങളിത് അനുഭവിക്കേണ്ടതാണ്. കാരണം അത് ജഡ്ജ്മെൻറ്റ് ഒരു കാർമിക് സിറ്റുവേഷൻ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കർമ്മയുടെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ഇതും കർമ്മയാണ്, ഇത് കർമ്മയാണ്, ഇതെല്ലാം കാർമിക്കിൻ്റെ കാർഡ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തോ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളിൽ അവസാനിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഇന്ന് നടക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ. ദെൻ കിങ് ഓഫ് സോഡ്സ്, വഴക്ക്, ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വഴക്കാണ്. ക്ലാരിറ്റി ഇല്ല. ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതാണ് ശരിയെന്നായിരിക്കും നമ്മുടെ വാദം, പക്ഷെ അതായിരിക്കില്ല സത്യം. അപ്പോൾ രണ്ട് വശവും കേൾക്കുക എന്നുള്ളതൊരു കാര്യം കൂടിയുണ്ട്. കിങ് ഓഫ് സോഡ്സിനകത്ത് നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നമ്മൾ നേരെ പോ എന്നുള്ള ചിന്താഗതി ഉള്ളവരും നമ്മൾ കള്ളത്തരം മനസ്സിൽ വിചാരിക്കാത്തവരാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കള്ളത്തരം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ആ കള്ളത്തരത്തിനെ അവർ പറയാൻ ശ്രമിക്കും, നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. കാരണം നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്നതാണ്. ശരിക്കും ഈ വീഡിയോ കാണുന്ന ആൾ നല്ല ഈഗോയിസ്റ്റ് ആണ്. ഈ ഈഗോ ഹേർട്ട് ആകുമ്പോഴാണ് ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഇതൊരു വഴക്കിൻ്റെയും കൂടെ കാർഡാണ് കേട്ടോ. മൊത്തത്തിൽ ജഗപൊക്കെയാണല്ലോ ഈശ്വര. ഇനിയും നെഗറ്റീവ് കാർഡ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, പ്ലാസ്റ്റിക്. ഓ
അറ്റ് ലാസ്റ്റ് 11 വந்தாച്ച്. ആകെ ഒരു സന്തോഷം. സൺ ഗാർഡാണ്. ഓ മൈ ഗോഡ്. അപ്പോൾ അത് റിലേഷൻഷിപ്പാണ് കേട്ടോ. റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്പാണ് ഈ കാണുന്നത്. ഷോ എന്തല്ലേ ഇതേ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് റിവീൽഡ് ആവാത്ത, അതായത് രണ്ടു പേർക്കും അവരവരുടേതായ ന്യായങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ അതിൽ ഒരാളുടെ ന്യായം കേൾക്കാൻ മറ്റേ തയ്യാറില്ല എന്നുള്ളതാണ്. അവിടുത്തെ നിഗൂഢത അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ഇതൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. മേ ബി നിങ്ങളും സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം, അയാളും സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം. കാരണം അവിടെ സൺ ഗാർഡ് ഉണ്ട്, ഹൈ പ്രീസ്റ്റസ് ഉണ്ട്, ഡെത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വൽ പേഴ്സൺസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ എനർജി ഭയങ്കര, രണ്ടുപേരും ഹൈ എനർജിയിലുള്ള ആളുകളാണെങ്കിൽ ഇവിടെ കോൺഫ്ലിക്റ്റുകൾ വന്നാൽ അത് ടാലിയാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ കിങ് ഓഫ് സോഡ് ഉണ്ട്, ഉറപ്പായിട്ടും വഴക്കുണ്ടാവും. അതുപോലെ ഹൈ പ്രീസ്റ്റസ് നിഗൂഢതയുണ്ട്, അതായത് എത്ര പറഞ്ഞാലും ക്ലിയർ ആവത്തില്ല. ഇവിടെ ഒരാൾ, നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും, നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾ വിചാരിച്ച് വെച്ചേക്കുന്നതിന് ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതവിടെ കിട്ടത്തില്ല. ഇവിടെ ആ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഈ ഹൈ പ്രീസ്റ്റസ്, നിഗൂഢതയാണ്. അപ്പോൾ ഈ നിഗൂഢത, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിഗൂഢതയും നിങ്ങൾ ക്ലാരിറ്റി ആണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ക്ലാഷ് ഉണ്ടാവും. ആ ക്ലാഷാണ് ഇവിടെ. നെക്സ്റ്റ് 4 ഓഫ് പെൻറ്റക്കിളാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി മാറി നിൽക്കും. റിലേഷൻഷിപ്പ് എൻ്റെ പായി പോയി എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ സൺ ഗാർഡാണ്. ഇത് പാച്ചാവും, റിലേഷൻഷിപ്പ് പാച്ചാവും എന്നാണ് കാണുന്നത്. ഇത് ശരിക്കും ഫുൾ റിലേഷൻഷിപ്പാണല്ലോ. സൺ ഗാർഡ് പറയുന്നത് ഒരു പുതിയ തുടക്കമുണ്ട്, എല്ലാം കലങ്ങി തെളിയും. ഇതിൽ അധിക സമയമൊന്നും ഈ വഴക്കം വക്കാണോ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഈ ജന്മത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളല്ല. നിങ്ങൾ സൺ ഗാർഡ് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ്. അപ്പോൾ സൺ ഗാർഡും ഡെത്ത് ഗാർഡും ഒക്കെ പാസ്റ്റ് ലൈഫിൻ്റെ കാർഡുകളാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ പാസ്റ്റിൽ നിന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള കുറേ കർമ്മ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്, ഭയങ്കര പെയിൻഫുൾ ആവുന്നത്. ഈവൻ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾക്ക് കോൺഫ്ലിക്റ്റും വഴക്കും അതുപോലെ പാച്ചപ്പവും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ദെൻ നൈറ്റ് ഓഫ് കപ്സ്, വീണ്ടും ഈ പറഞ്ഞ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് നൈറ്റ് ഓഫ് കപ്പും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്പാണ്. അപ്പോൾ പ്രശ്നം ഇതേ ഉള്ളൂ, ഉള്ളിനുള്ളിൽ സ്നേഹമാണ്, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ തയ്യാറല്ല. അത് വെച്ച് അടിയറവ് വെക്കാനും തയ്യാറല്ല. ഈഗോ ആണ് മുമ്പിൽ, കിങ് ഓഫ് സോഡിൻ്റെ ഈഗോ ആണ് മുമ്പിൽ. പക്ഷേ റിലേഷൻഷിപ്പ് എൻഡപ്പായി പോകുന്ന പോലെയാണ് കാണുന്നത്. പക്ഷേ വൈകുന്നേരത്തോടു കൂടി എന്തായാലും ഒരു പാച്ചപ്പ് ഉണ്ടാവും എന്നാണ് കാണുന്നത്. അപ്പോൾ ആരുടെ റിലേഷൻഷിപ്പ് ആയാലും ബ്രേക്കപ്പായിട്ട് വൈകുന്നേരം പാച്ചപ്പാവുമെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ബന്ധങ്ങൾ എപ്പോഴും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ളതാവട്ടെ. തല്ലുപിടിക്കാനും പെയിൻ അനുഭവിക്കാനും വേണ്ടിയുള്ള ബന്ധങ്ങളിലേക്ക് പോയി പെടാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും പറ്റട്ടെ. പറ്റിയതൊക്കെ പറ്റി അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുക. പറ്റിയവർ അതിൽ നിന്ന് കരകയറുക. നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് യൂണിവേഴ്സ് തരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളൊരു കാർമിക് സിറ്റുവേഷനെ ഫേസ് ചെയ്ത് അതിൽ നിന്ന് റിക്കവേർഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്ന അനുസരിച്ച്, നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് പൂർത്തിയാവുന്നതനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും റിവാർഡഡ് ആവും. സൺ ഗാർഡ് പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നു എന്നാണ്. നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റിവാർഡഡ് ആണ്. അത് സൺ ഗാർഡ് ഹീൽ ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള ഓഫർ വരുമെന്നാണ്, നിങ്ങൾ റിവാർഡഡ് ആവുമെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ആരുടെ റീഡിംഗ് ആണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ നല്ലത് ചെയ്യുക, നല്ലത് പ്രതീക്ഷിക്കുക. അപ്പോൾ നല്ലത് തന്നെ നമ്മളിലേക്ക് വന്നു ചേരും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതാണ് ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. സൺഡേ ആണ്, ഹാപ്പി ആയിട്ടിരിക്കുക. ഈസ്റ്റർ ആണ്, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. തിന്മകളുടെ ഒരു അവസാനവും പിന്നെ വലിയ വിശ്വാസങ്ങളുടെയും വലിയ പ്രതീക്ഷകളുടെയും ഒരു പുത്തൻ ഉണർവുമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾക്ക് മങ്ങലേൽക്കാതിരിക്കട്ടെ. നമ്മുടെ വിശ്വാസങ്ങളിൽ മുറുകെ പിടിക്കുക. വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുക. അവിടെ നമ്മൾ സംശയം വയ്ക്കരുത്. പൂർണ്ണമായും വിശ്വസിക്കുക. ആ വിശ്വാസം നമ്മളെ രക്ഷിക്കും. അതുതന്നെയാണ് ബൈബിളിൽ പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.